സിനിമാ മേഖലയിലെ ലഹരി വല പൊട്ടിക്കാൻ ഉറപ്പിച്ച പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഷൈൻ ടോം ചാക്കോയെ നാളെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ലഹരി ഇടപാടിലെ കണ്ണികളെയും സ്രോതസ്സിനെയും കുറിച്ച് ചോദിച്ചറിയും. എന്നാൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ഷൈനിന്റെ തീരുമാനം. അതേസമയം ഷൈനിനെതിരെ കർശന നടപടികൾക്കാണ് ഫിലിം ചേംബർ ഒരുങ്ങുന്നത്. സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനാണ് തീരുമാനം. ഷൈനുമായി പുതിയ കരാർ വയ്ക്കരുതെന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനാണ് ഇപ്പോൾ ഫിലിം ചേംബറിന്റെ തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഒരു ചെറിയൊരു പരിശോധന പോലീസ് നടത്തുന്നു. അതിനിടയിൽ ഷൈൻ ടോം ഓടിമറിയുന്ന ദൃശ്യങ്ങൾ വരുന്നു. പിന്നാലെ കണ്ടത് അത് ഷൈനിന്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന മുൻപ് ഒരു അനുഭവം ഉണ്ടായതാണ്. 10 വർഷത്തോളം സമാനമായ കേസ് നടത്തിയ ഒരാളാണ് ഇപ്പോൾ വീണ്ടും ഒരു കേസിൽ അറസ്റ്റിലാവുന്നു. സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും രജീഷ്, അതായത് രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു മുന്നനുഭവമുള്ള വ്യക്തി കൂടിയാണ് ഷൈൻ. ഷൈൻ തന്നെയാണ് ഇപ്പോൾ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ രജീഷ് പറഞ്ഞ പോലെ തന്നെ വേദാന്ത ഹോട്ടലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഷൈൻ ഓടി രക്ഷപ്പെടുകയാണ്. ഇത് തന്നെയാണ് പോലീസ് ആയുധമാക്കി മാറ്റിയതും. NDPS വകുപ്പിലെ 26, 29 NDPS വകുപ്പിലെ 27, 29 വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഷൈൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. എന്തായാലും ആ FIR റദ്ദ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഷൈൻ നീങ്ങുന്നത്. നിയമോപദേശം അതിനായി തേടിക്കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ FIR നിലനിൽക്കില്ല എന്നുള്ളതാണ് ഷൈൻ്റെ വാദം. ഇതിനിടയിൽ തന്നെ ഷൈനെതിരെ കർശനമായ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഷൈൻ കൊടുത്തിട്ടുള്ള ഓരോ മൊഴിയും അത് വലിയ രീതിയിൽ ഇഴകീറി പരിശോധിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. കൂടാതെ ഷൈനെ ഹോട്ടലിൽ കണ്ട ദൃക്സാക്ഷികളുടെ അവരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഷൈൻ അന്ന് പണം നൽകിയിരുന്ന 20,000 രൂപ നൽകിയിരുന്ന സജീർ എന്ന് പറയുന്ന ഡ്രഗ് ഡീലർ, അയാളെ കസ്റ്റഡിയിലെടുക്കാനും വിശദമായി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഷൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പണമിടപാടുകൾ, ഷൈന് 2 അക്കൗണ്ട് ഉണ്ടെന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. മാത്രമല്ല ഇതിൽ ആർക്കെല്ലാം പണം നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, രാസപരിശോധനാ ഫലം വരുമ്പോൾ കൂടുതൽ വകുപ്പുകൾ കൂടിച്ചേർക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ ഷൈന് ഈ രാസപരിശോധനാ ഫലം പോസിറ്റീവാണെങ്കിൽ ഷൈനെതിരെ കൂടുതൽ വകുപ്പുകൾ പോലീസ് ഉൾപ്പെടുത്തും. മാത്രമല്ല ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഷൈനോട് നാളെ വരാൻ ആവശ്യപ്പെടുക. ശരിക്കും ചൊവ്വാഴ്ചയാണ് പോലീസ് നോട്ടീസ് നൽകിയിട്ടുള്ളത്, 22-ാം തീയതിക്കാണ്. പക്ഷേ ഷൈൻ തന്നെ പറഞ്ഞിരിക്കുന്നു നാളെ വരാമെന്നുള്ളതാണ്. നാളെ രാവിലെ 10 മണിയോടുകൂടി ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാമെന്നുള്ളതാണ്. കാരണം നാളെ തന്നെയാണ് ഈ സംഘടനകളുടെ മൊഴിയെടുപ്പ് നടക്കുന്നത്. AMMA പോലെയുള്ള സംഘടനകൾ ഷൈനെ നാളെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മൊഴി കൊടുക്കാൻ പോകുന്നതിന് മുന്നോടിയായി പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമാണ് ഷൈൻ എടുത്തിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ഷൈൻ പഴിചാരിയിരുന്നു ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ. മാധ്യമങ്ങൾ തൻ്റെ സ്വകാര്യതയിലേക്ക് കടക്കുന്നു എന്നുള്ളതായിരുന്നു ഷൈൻ്റെ അവകാശവാദം. മാത്രമല്ല താൻ ലഹരി ഉപയോഗിക്കുന്നത് തൻ്റെ സന്തോഷത്തിനാണ്, അതുകൊണ്ട് മറ്റാർക്കും ഒരു ദോഷവും ഉണ്ടാകുന്നില്ല എന്ന് ഷൈൻ ഉദ്യോഗസ്ഥരോട് വാദിച്ചിരുന്നു. ഇതിനിടയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഷൈനോട് ഏതെങ്കിലും ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചെന്ന് അതിൽ കുറച്ച് ദിവസം കഴിയാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ പക്ഷേ ഷൈൻ പറഞ്ഞത് അതിനൊന്നും തനിക്ക് താല്പര്യമില്ല, പിന്നെ പിതാവിനോട് ആലോചിച്ച ശേഷം സംസാരിക്കാമെന്നുള്ളതായിരുന്നു. എന്തായാലും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശനമായ നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഫിലിം ചേംബർ നാളെ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഷൈനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ഫിലിം ചേംബർ തീരുമാനിച്ചിരിക്കുന്നു. ഷൈനെ സിനിമയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്താനാണ് ഫിലിം ചേംബറിൻ്റെ തീരുമാനം. ഷൈനുമായി പുതിയ കരാറിലൊന്നും ഏർപ്പെടരുതെന്ന് നിർമ്മാതാക്കളോട് അതിന് മുന്നോടിയായി ആവശ്യപ്പെടുകയും ചെയ്യും. സഹിൻ, അതോടൊപ്പം ഈ അന്വേഷണം ഇവിടെ തീരേണ്ടതല്ല. കാരണം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം അത് വലിയ തരത്തിൽ ചർച്ചയായതാണ്. ആ അർത്ഥത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾ വരണമെന്ന ആവശ്യം ഉയർന്നതാണ്. പക്ഷേ ഇതൊരു വഴിയായി പോലീസിന് മുന്നിൽ എത്തുകയാണ്. കാരണം ഇപ്പോഴും സിനിമാ അസിസ്റ്റന്റുമാരാണ് തനിക്ക് ലഹരി നൽകുന്നത് എന്നൊക്കെ ഷൈൻ പറയുമ്പോൾ അതൊരു തുടർ അന്വേഷണമായി പ്രതീക്ഷിക്കാമോ പോലീസിന്റെ ഭാഗത്തുനിന്ന്? തീർച്ചയായിട്ടും രുചിഷ, സുപ്രധാനമായ ഒരു നീക്കമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മൊഴിയാണ് ഷൈൻ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ആരും ശ്രദ്ധിക്കാതെയായി പോയ മൊഴിയായിരുന്നു അത്. പക്ഷേ നമ്മളപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇതാണ് നിർണായകമായ മൊഴി എന്നുള്ളത്. കാരണം സിനിമാ മേഖലയിലേക്ക് കടക്കാൻ പോലീസിന് അവസരം ഒരുക്കുന്ന ഒരു മൊഴിയായിട്ട് തന്നെ അതിനെ കരുതേണ്ടിയിരിക്കുന്നു. തനിക്ക് കഞ്ചാവും ഒപ്പം തന്നെ മറ്റു ലഹരിയും നൽകുന്നത് തൻ്റെ അസിസ്റ്റന്റ്മാരാണ്, സിനിമാ പ്രവർത്തകരാണ് എന്നുള്ളൊരു മൊഴി ഷൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും സെറ്റുകളിൽ കയറി പരിശോധന നടത്താൻ പോലീസിന് അതൊരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്യില്ലാവും. എന്തായാലും ശക്തമായ പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും സിനിമാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ അന്വേഷണം നടത്തും.
ശരി സഹിൻ, അത് തന്നെയാണ് ഇനി അറിയേണ്ടത്. കാരണം ആ അന്വേഷണത്തിന്റെ ബാക്കി എന്തായാലും നാളെ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ വീണ്ടും എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പോലീസിനും ചോദിച്ചറിയാനുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.